അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊലോസിയിലെ സഭകൾക്കും വിശ്വാസികൾക്കും ലേഖനം എഴുതി അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. കൊലോസി ലേഖനം 4-ാം വാക്യമാണ്. ആമേൻ. ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ വാക്ക് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരിലേക്ക് കൃപ വ്യാപരിക്കുവാൻ പര്യാപ്തമായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതായിരിക്കരുത് എന്നുള്ളതാണ്. ആമേൻ. കൃപ പ്രാപിച്ചവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസവും സന്തോഷകരമായിരിക്കും എന്നുള്ളതാണ്. ആമേൻ. മേശയിൽ ശുശ്രൂഷിപ്പാൻ അപ്പോസ്തലന്മാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവനായിരുന്നു സ്തെഫാനോസ്. എന്നാൽ സ്തെഫാനോസിൽ ദൈവത്തിന്റെ ശക്തിയും കൃപയും പകർന്നപ്പോൾ അവന് ജയിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ന്യായാധിപ സംഘം മുഴുവനും അവനെതിരെ നിന്നു. എന്നാൽ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ അവർ കണ്ടു എന്ന് അപ്പോസ്തല പ്രവൃത്തി 6-ാം വാക്യത്തിൽ നാം കാണുന്നു. അവർ കോപപരവശരായി തീർന്നു. അവനെതിരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പോൾ അവൻ കാണുന്ന ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്ന കാഴ്ചയാണ്. ആമേൻ. ഈ പ്രഭാതത്തില് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ കർത്താവ് അറിഞ്ഞില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് തന്റെ ഭക്തനു വേണ്ടി ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. ആമേൻ. സ്തോത്രം. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുമ്പോഴും അവന്റെ നാവിൽ നിന്ന് വരുന്നത് ശക്തമായ കൃപയുടെ വാക്കുകളാണ്. കർത്താവായ യേശുവേ, അവർക്ക് ഈ പാവ നിർത്തരുത് എന്ന് നമുക്കിവിടെ കാണാം. ആമേൻ. ഇസ്രായേലിന്റെ ന്യായാധിപനായി ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തിയാണ് ഇഫ്താഹ്. അവന്റെ കുടുംബ പാരമ്പര്യം നോക്കിയാൽ വളരെ മോശമാണ്. അതായത് ഇഫ്താഹ് വേശ്യപുത്രനായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം വാക്യമാണ്. പക്ഷേ അവൻ പരാക്രമശാലിയായിരുന്നു എന്ന് കാണുന്നു. ആമേൻ. ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് അവന്റെ പാരമ്പര്യമോ പദവിയോ സൗന്ദര്യമോ നോക്കിയല്ല. പല പോരായ്മകളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അവൻ ഒരു ഉത്സാഹിയായിരുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ ദൈവത്തിൽ നിന്നെ ദൈവം തെരഞ്ഞെടുത്തതോ നിന്റെ കഴിവും പാരമ്പര്യവും പദവികളും നോക്കിയിട്ടല്ല എന്നുള്ളതാണ്. നിന്റെ ബലഹീനതകൾ ക്ഷമിച്ച് നീ കർത്താവിന് പ്രയോജനപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആമേൻ. അവന്റെ സഹോദരന്മാർ എല്ലാം അവനെ പകച്ചു. അവരുടെ ഇടയിൽ നിന്ന് അവനെ മാറ്റി നിർത്തി എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇഫ്താഹ് തോബ് ദേശത്ത് ചെന്ന് സാധാരണക്കാരുടെ കൂടെ പാർത്തു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം 11-1 മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂതായിട്ട് പറയാ, അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാതെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നുവെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിനക്ക് സന്തോഷ സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ്. അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്ന സമയത്ത് തള്ളിക്കളഞ്ഞവർ തന്നെ ഇഫ്താഹിന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഞങ്ങൾക്ക് നായകനായി യുദ്ധം ചെയ്യണമെന്ന് പറയുന്നു. ആമേൻ. ഇന്ന് പകലില് ഒരു ആലോചന വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവം നിന്നെ തള്ളിക്കളയാതിരുന്നാൽ നീ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഒരിക്കൽ വെളിപ്പെട്ടു വരും. സംശയം വേണ്ട, കാത്തിരിക്കുക എന്നുള്ളതാണ്. ആമേൻ. സ്തോത്രം. ഇഫ്താഹ് അമോന്യരോട് യുദ്ധത്തിന് പോകുന്ന വേളയിൽ യഹോവയ്ക്കൊരു നേർച്ച നേർന്നു എന്ന് കാണുന്നു. നീ അമോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ ജയിച്ചു മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുമാതുക്കൾ എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കുമെന്നുള്ളതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം 30 മുതലുള്ള ഭാഗമാണ്. ഇഫ്താഹ് യുദ്ധം ചെയ്ത് വിജയിച്ചു വരുമ്പോൾ തന്റെ ഏക മകൾ തപ്പോടും നൃത്തത്തോടും അവനെ എതിരേറ്റു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇഫ്താഹിന്റെ സങ്കടം സഹിക്കാൻ കഴിയാതെ വണ്ണം അവൻ തന്റെ വസ്ത്രം കീറി. എന്നിട്ട് പറയുന്ന, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്നുള്ളത് ആണ്. ആമേൻ. നമ്മുടെ വാക്കുകൾ ദൈവത്തോടാണെങ്കിൽ സൂക്ഷിക്കുക, അത് നിവർത്തിക്കുക, പിന്മാറരുത് എന്നുള്ളതാണ്. എത്ര വലിയ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും തടസ്സങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം സ്വർഗത്തോട് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത്, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ എന്നുള്ളതാണ്. സത്യം ചെന്നിട്ടും ഛേദം വന്നാലും മാറാത്തവൻ. ഇന്ന് വൽക്കാലം ദൈവം മുമ്പാകെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും
മാറിപ്പോകാതെ അത് നിവർത്തിക്കുവാൻ ഇടയായി തീരട്ടെ. ചില ഘട്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും പരാജയങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ വിശ്വസ്തനായിരിക്കും ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തോടെ ഏൽപ്പിച്ച പറഞ്ഞ വാക്ക് നിവർത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.